എല്ലാ മാന്യശ്രോതാക്കൾക്കും നാക്കും വാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. നാം നമ്മോട് സംസാരിക്കുന്ന ധാരാളം വ്യക്തികളെ ഒരു ദിവസം കാണാറുണ്ട്. അവരെ പ്രകാരമാണ് നമ്മോട് സംസാരിക്കുന്നത് നാം വളരെ ശ്രദ്ധയോടെ നോക്കുകയും ചെയ്യും. നമ്മളോട് സംസാരിക്കുന്നവരുടെ മുഖത്തേക്ക് നമ്മൾ നോക്കാറില്ലേ? അവരുടെ ഭാഷയുടെ ശ്രുതി, ടോൺ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നാം എന്ത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു അത് പലപ്പോഴും പലരിൽ നിന്നും നമ്മൾക്ക് ലഭിക്കാറില്ല. അത് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ കൊണ്ടാണ്. ഇങ്ങനെ കേൾക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അങ്ങനെ കേൾക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവും. അതുകൊണ്ട് പ്രതീക്ഷിക്കാതിരിക്കുന്നത് ഏറെ നല്ലത്. പ്രിയപ്പെട്ടവരെ, ശലോമോൻ സദൃശവാക്യം 12-ാം അധ്യായത്തിൽ പ്രകാരം പറഞ്ഞു, നാവ് കൊണ്ട് കുത്തുന്നത് പോലെ സംസാരിക്കുന്നവരുണ്ട്, ജ്ഞാനികളുടെ വാക്കോ സുഖപ്രദം. എന്ന് പറഞ്ഞാൽ കുത്തി മുറിവേൽപ്പിക്കുന്ന നാവ്, ആ മുറിവിനെ സൗഖ്യമാക്കുന്ന നാവ്. നമ്മൾ ഏത് ഗണത്തിലാണ് പെടുന്നതെന്ന് ചിന്തിച്ചാൽ നമ്മൾ രണ്ടിലും പെടുന്നവരാ. നമ്മൾ കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്യും, സൗഖ്യമാക്കുകയും ചെയ്യും. രണ്ടും മനുഷ്യ സഹജമാണ്. എന്നാൽ ചില മനുഷ്യരെ അപൂർവമായിരിക്കാം വളരെ മൃദുവായി, ശാന്തതയോടെ, സമചിത്തതയോടെ ആലോചിച്ച് ഉത്തരം പറയുന്നവരുണ്ട്. അവർ അധികം സംസാരിക്കില്ലായിരിക്കാം. വെറുതെ വിടുവായ ഭോക്ഷത്വമൊന്നും മൊഴിയാറില്ല. വളരെ ശാന്തതയോട് ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുന്നവർ. അപ്പോൾ നമ്മൾ വിചാരിക്കും അവർ ഒന്നും സംസാരിക്കാത്ത മൗനികളായിരിക്കും. അതുമല്ല, ആവശ്യത്തിന് നമ്മൾ സംസാരിക്കണം. ഈ വാക്കുപെരുപ്പമാണ് പ്രശ്നങ്ങൾക്ക് വലിയ കാരണമുണ്ടാക്കുന്നത്. ചില മനുഷ്യരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? തുടർമാനമായി ആവശ്യമില്ലാത്തിടത്തും ആവശ്യമുള്ളിടത്തും എന്ന് വേണ്ട എല്ലായിടത്തും നുഴഞ്ഞു കയറി സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതിന് കാതലില്ല. അത് അരോചകത്വം ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സംസാരം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു അസ്വസ്ഥതയുണ്ടാകുവാനായിട്ട് ഇടയാവരുത് എന്നുള്ളത്. മൃദുവായ നാവ് ജീവന്റെയും സമാധാനത്തിൻ്റെയും ഉറവിടമാണ്. അത് യഥാസമയത്ത് പറയുന്ന ആ മൃദുവായ വാക്കുകൾ വെള്ളിത്താലത്തിൽ പൊൻനാരങ്ങ പോലെ എന്നാണ് ശലോമോൻ പറഞ്ഞിരിക്കുന്നത്. ഒരു വെള്ളിത്താലത്തിൽ പൊൻനാരങ്ങ കൊടുക്കുന്നതിൻ്റെ ആ ഒരു മനോഹാരിത, സന്തോഷം പോലെയാണ് തക്ക സമയത്ത് യഥാവിധി പറയുന്ന ഒരു നല്ല വാക്ക്. അതിൻ്റെ മധുരം, അതിൻ്റെ ആശ്വാസം, അത് അസ്ഥികളെ ഉണക്കുകയും തണുപ്പിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഒരൊറ്റ വാക്കുകൊണ്ട് ഒരാളെ രോഗിയാക്കാൻ പറ്റും. നമ്മൾക്ക് ഒരാളുടെ ജീവിതം തകർക്കാൻ സാധിക്കും. എന്നാൽ ഒരൊറ്റ വാക്കുകൊണ്ട് മുറിവുണക്കുവാനും കഴിയും. അപ്പോൾ ഇതെല്ലാം നാവിലുണ്ട്. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ നമുക്ക് മുറിവുണക്കുന്നവരായിത്തീരാം. ഈ ദിവസങ്ങളിൽ നമുക്ക് മുറിവുണക്കുന്നവരും സമാധാനം നൽകുന്നവരും ശാന്തതയുള്ളവരും ഒക്കെ ആയിത്തീരാൻ ശ്രമിക്കാം. ഞാനും ഇത് പറയും തോറും എന്നെ തന്നെ ഞാൻ അങ്ങനെ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഒന്ന് പരിശ്രമിച്ചാൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നാം ഇടപെടുന്നവരുടെ ജീവിതത്തിലും വലിയ സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. അതിനായി നിങ്ങളെയും എന്നെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.